ആദ്യാക്ഷരം എഴുതി പഠിച്ചത് നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും? 4-ാം വയസ്സിൽ അക്ഷരം പഠിക്കാൻ ലഭിച്ച എഴുത്തോല 79-ാം വയസ്സിലും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഏഴുംകുളം സ്വദേശിയായ SRC നായർ. 75 വർഷത്തിലധികം പഴക്കമുള്ള എഴുത്തോലയിലെ അക്ഷരങ്ങൾ എല്ലാം ഇപ്പോഴും വ്യക്തം. ജ ഇജ ngു നീറോ ngേ ngേ ngൈ ngോ ngോ ngൗ ngം ng. 1951-52 കാലഘട്ടത്തിൽ നിലത്തെഴുത്താശാൻ എഴുതി നൽകിയ എഴുത്തോലയാണിത്. നിധി പോലെ ഇക്കാലം അത്രയും സൂക്ഷിച്ചു വെച്ചു. അക്ഷരങ്ങളോടും ഓർമ്മകളോടും അടങ്ങാത്ത അധിനിവേശമാണ് SRC നായർക്ക്. 75 വർഷം മുമ്പ് കുടിപ്പള്ളിക്കുടത്തിൽ പഠിച്ചു കഴിഞ്ഞ് ഈ ഓലക്കെട്ട് ഒരു 16 എണ്ണം ഉണ്ടായിരുന്നു. ഓലക്കെട്ട് വീടിന്റെ മുകളിലത്തെ ഒരു തട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ടിട്ടു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് ജോലി കിട്ടിപ്പോയപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നോക്കിയപ്പോൾ ഇല്ല. അത് പിന്നെ വളരെ ഭദ്രമായിട്ട് തന്നെ എൻ്റെ പഴയ പെരയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. വാസ്തവത്തിൽ ഈ കുടിപ്പള്ളിക്കുടത്തിലെ പഠിത്തം കൊണ്ട് എനിക്ക് മലയാള ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും മുഴുവൻ വളരെ കംപ്ലീറ്റ് തറവായി എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് എനിക്കൊരു സ്നേഹം തോന്നി. എന്നെ വലുതാക്കിയത് ഈ അക്ഷരങ്ങളാണ്. കുടിപ്പള്ളിക്കുടത്തിലെ ആശാൻ മണ്ണിൽ എഴുതി പഠിപ്പിച്ച ഈ അക്ഷരങ്ങൾ. ഉണക്കിയ ഓല ആശാൻ ചെറുതായി നനച്ച് ഞെടുപ്പ് കെട്ടി നാരായം കൊണ്ട് അക്ഷരങ്ങൾ എഴുതി നൽകും. ഈ ആശാന്റെ പഠിപ്പിക്കുന്ന സ്ഥലം ഒരു ഓലപ്പുരയായിരുന്നു. അവിടെ മുഴുവൻ തറയിൽ മണ്ണ് നിരത്തിയേക്കാണ്. പഠിക്കുന്ന കുട്ടികൾ ആ 2 സൈഡിലായിട്ട് വന്നിരിക്കും. ആശാൻ ഇങ്ങനെ ചൂരൽ കൊണ്ട് മണ്ണിൽ ആ അക്ഷരം എഴുതിത്തരും. ഈ എഴുതിത്തരുന്ന അക്ഷരത്തിൻ്റെ പാതയിൽ കൂടെ അതൊരു വര കിട്ടുമല്ലോ, അതിൽ കൂടെ നമ്മൾ ചൂണ്ടുവിരൽ ചലിപ്പിച്ച് പല പ്രാവശ്യം ചലിപ്പിച്ച് ഓരോ പ്രാവശ്യം ചലിപ്പിക്കുമ്പോഴും നമ്മൾ ആ അല്ലെങ്കിൽ ഹ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുറേ നേരം രാവിലെ മുതൽ ഉച്ചവരെ ആകുമ്പോൾ അക്ഷരം വാസ്തവത്തിൽ നമുക്കങ്ങ് തറവാകും. പറയുകയും ചെയ്യുന്നുണ്ട്, എഴുതുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അക്ഷരം തറവാകും. നാരായത്തിൽ എഴുതുന്ന അക്ഷരങ്ങൾ വെളുത്തിരിക്കും. അത് കറുപ്പിക്കേണ്ടത് പഠിതാവാണ്. കരിക്കട്ടയും ഒപ്പനച്ചത്തിന്റെ ഇലയും ചേർത്ത് അരച്ചു പിഴിഞ്ഞ് നീരക്ഷരങ്ങളിൽ പുരട്ടുമ്പോഴാണ് ഇവ കറുക്കുക. അതുകൊണ്ടുകൂടിയാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു കേടുമില്ലാതെ ഇരിക്കുന്നത്. അങ്ങനെ ഓർമ്മകൾ ഒരുപാടുണ്ട് ഈ എഴുത്തോലയ്ക്ക് പിന്നിൽ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.